ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൂട്ടാൻ കായ ഒരു 3 പഴുത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതിന് കൂട്ടാൻ വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് പഴംപൊരി ഉണ്ടാക്കാൻ ഓടിയത്. അപ്പോൾ വേഗം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളി കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കൂടെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ചായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. എന്നാൽ നന്നായിട്ട് തന്നെ റെഡിയാക്കി കിട്ടിക്കോളും. ആദ്യം തന്നെ ഒന്നിച്ചിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആകെ കട്ട പിടിച്ചായിരിക്കും ചെയ്യുക. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കി നല്ല കിടലിനൊരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ളു ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 പഴം ഞാൻ മുറിച്ചൊഴിച്ചു, ഒന്ന് മൂഞ്ചിപ്പോയി ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. വെളിച്ചെണ്ണ ഒന്നുമല്ല, സാധാ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ എന്താ, അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോ പീസ് പഴവും മാവിൽ മുക്കുക, ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതന്നെ ആദ്യത്തെ തന്നെ മൂഞ്ചിപ്പോയി, എന്നാലും കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ സെറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരെയും നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള തീ മാത്രം, അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ മുഞ്ചുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ സെറ്റായി കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ സാധാ നേന്ത്രപ്പഴം ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് ഒന്നും കിട്ടില്ല. ഇങ്ങനത്തെ കൂട്ടാൻകായ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയല്ലേ. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ, ചൂട് കട്ടൻ ചായയും കൂടെ വെച്ച് അതിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ കിടിലനായിരിക്കും. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലെ പഴുത്ത കൂട്ടാൻകായ ഉണ്ടെങ്കിൽ ആരും കളയാൻ നിൽക്കണ്ട, ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.